എന്ന് പറഞ്ഞ കമ്പനിയുടെ വലിയ 265mm ഡിസ്ക് റോട്ടർ കൊടുത്തേക്ക് ആ ABS സെറ്റപ്പൊക്കെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാട്ടോ അത് സ്റ്റോക്കായിട്ട് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്യുക. ഡയറക്റ്റ് ഫിറ്റാണ് എയറോക്സിന് വേണ്ടി ഇന്തോനേഷ്യക്കാർ ഇറക്കിയ സാധനം കേട്ടോ. അക്രമം ബ്രേക്കിംഗ് അതിൻ്റെ ഒപ്പം തന്നെ മോണോ ബ്ലോക്ക് ട്വിൻ പിസ്റ്റൺ കാലിപ്പേഴ്സാണ് കൊടുത്തത്. ഇത് മാറ്റിയിട്ട് അതിൻ്റെ റോളേഴ്സും മാറ്റി കേട്ടോ. സെറ്റപ്പ് സാധനം അത് ഇട്ടപ്പോഴേക്കും ഭയങ്കര ആക്സലേഷൻ ചേഞ്ചാണ്. സോ അത് ചെയ്യുന്നപ്പോൾ എന്താ ഞാൻ കാണിച്ചത് ഇപ്പോൾ 4000 RPM ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ആ പുള്ളുണ്ടല്ലേ ആക്സലേഷൻ ആണ് ശരിക്കും ചേഞ്ച് ആയ വണ്ടിയുടെ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ സ്വന്തം എയറോക്സ് ആണ്. ഓവർ ദ ഇയേഴ്സ് ഞാൻ കുറച്ചധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് വണ്ടി, സ്കൂട്ടർ മോഡിഫിക്കേഷൻ ടു മേക്ക് ഇറ്റ് ഫാസ്റ്റർ ആക്സലേഷന് വേണ്ടി, കുറച്ചൊരു ബെറ്റർ ബ്രേക്കിങ്ങിന് വേണ്ടി, കുറച്ചൊരു ബെറ്റർ കംഫേർട്ടിന് വേണ്ടി. കണ്ടില്ലേ എന്തൊക്കെ മത്താപ്പാ ചെയ്തിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് സ്കൂട്ടേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന അക്രമവും മോഡിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മുടെ സ്വന്തം സ്കൂട്ടർ ഓവർ ദ ഇയേഴ്സ് എൻ്റെ വൈഫ് യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിച്ച് കുറച്ചൊക്കെ കൊണ്ട് മറിച്ചിട്ട് എവറി ഡേ യൂസ് ചെയ്യുന്ന സ്കൂട്ടറാണ്. അപ്പോൾ കുറച്ച് ഓവർ ദ ടൈം ഞാൻ നോട്ട് ചെയ്യേണ്ട ഈ വണ്ടി കുറച്ചുകൂടി മാറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ ഫസ്റ്റ് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ഹോഴ്സ് പവർ ഈ സ്കൂട്ടർ കേട്ടോ. മോട്ടോർ സൈക്കിൾ നാവി വരുന്ന ഈ സ്കൂട്ടർ ഫ്രം ദ ഫാക്ടറി 15 ഹോഴ്സ് പവർ ആൻഡ് 14 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്കൂട്ടേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള നമ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനഫ് ഓഫ് പവർ ഫോർ എവറി ഡേ യൂസ്, ഹൈവേ യൂസേജ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ത്യയിൽ സെറ്റപ്പുള്ള ഒരു സെറ്റപ്പുള്ള ഒരു സ്കൂട്ടറാണ് കേട്ടോ എയറോക്സ് 155 കേട്ടോ. ഇതിൻ്റെ സിമിലർ എന്ന് പറഞ്ഞാൽ R15 സിമിലർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഉപയോഗിച്ചത്. വിത്ത് CVT ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ എന്താ സെറ്റപ്പ് എന്ന് ഞാൻ പിന്നെ പറഞ്ഞത്. ഫസ്റ്റ് മാറ്റിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടറിന് സ്റ്റോക്കായിട്ട് വന്നപ്പോൾ ഇനഫ് ഓഫ് ബ്രേക്കിങ്ങിൽ ഇത് ഓഫർ ചെയ്യുന്ന പവർ വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 126 kgs. അത് അറ്റ് ഹയർ സ്പീഡ്സ് ഒരു 80, 70, 80, 90 എഫേർട്ട്ലെസ്ലി ഈ സ്കൂട്ടറിന് ക്രൂസ് ചെയ്യാൻ പറ്റും. അത് പിടിച്ചെടുത്താനുള്ള ബ്രേക്ക് ഉണ്ടായില്ല. സോ അതിന് വേണ്ടി നമ്മൾ മാറ്റി നോക്കി. ഇതിൻ്റെ സ്റ്റോക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒരു 230mm ഡിസ്ക് റോട്ടർ, കുട്ടി ഡിസ്ക് റോട്ടർ, ഇത്ര എന്തുള്ള ഡിസ്ക് റോട്ടർ കൊടുത്ത് അത് നമ്മൾ വലുതാക്കിയിട്ട് ഇന്തോനേഷ്യൻ സ്പെക്ക് ജീറൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ വലിയ 265mm ഡിസ്ക് റോട്ടർ കൊടുത്തേക്ക് ആ ABS സെറ്റപ്പൊക്കെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാട്ടോ അത് സ്റ്റോക്കായിട്ട് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്യുക. ഡയറക്റ്റ് ഫിറ്റാണ് എയറോക്സിന് വേണ്ടി ഇന്തോനേഷ്യക്കാർ ഇറക്കിയ സാധനം കേട്ടോ. അക്രമം ബ്രേക്കിംഗ് അതിൻ്റെ ഒപ്പം തന്നെ മോണോ ബ്ലോക്ക് ട്വിൻ പിസ്റ്റൺ കാലിപ്പേഴ്സാണ് കൊടുത്തത്. ഇതിൻ്റെ സ്റ്റോക്ക് വന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ പിസ്റ്റൺ, അത് മാറ്റിയിട്ട് നമ്മൾ ട്വിൻ പിസ്റ്റൺ ആയിട്ടുള്ള മോണോ ബ്ലോക്ക് യൂണിറ്റാണ് കൊടുത്തേക്കുക. അതിൻ്റെ ബ്രേക്ക് ലൈൻസ്, റബ്ബർ ലൈൻസ് അത് മാറ്റി കണ്ടില്ലേ സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് ആക്കി അക്രമമൊക്കെ എടുത്തിട്ടോ. നോക്ക് സെറ്റപ്പ് ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ കാണാൻ, തൊട്ടാൽ മതി വണ്ടി നീക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ മാസ്റ്റർ സിലിണ്ടറും ചേഞ്ച് ചെയ്തിട്ടോ. കണ്ടില്ലേ RCBയുടെ മാസ്റ്റർ സിലിണ്ടർ അഡ്ജസ്റ്റബിൾ ആയിട്ട് റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബൈബ്രയുടെ റിസർവോയർ, നമ്മുടെ സ്റ്റോക്ക് റിസർവോയർ എവിടെ വെച്ചപ്പോൾ ആരും അടിച്ചുകൊണ്ട് പോയി, വൈഫ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പാർക്ക് ചെയ്ത് വെച്ചപ്പോഴേക്കും ആരും വന്നിട്ട് ഇത് ഊരിക്കൊണ്ടുപോയി. അത് മാത്രം ഊരിയെടുക്കാൻ പറ്റില്ല, ഭാഗ്യത്തിന് മാസ്റ്റർ സിലിണ്ടർ ഊരിയെടുക്കാൻ പറ്റില്ല, ഈ റിസർവോയർ മാത്രം ഊരിക്കൊണ്ടുപോയി. എന്ത് ലൈഫാന്ന് നോക്കണേ. സോ അത് മാറ്റിയിട്ട് അത് വേറെ സാധനത്തിന് വില കൂടുതലായിരുന്നു, എന്തോ 1000 rupees 800 rupees ആയിരുന്നു. സോ അതുകൊണ്ട് ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വേണ്ടി ഞാനൊരു ബജാജിൻ്റെ ഒരു KTMൻ്റെ റിയർ ബ്രേക്കിൻ്റെ റിസർവോയർ എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടോ സെറ്റപ്പ് നോക്കണേ. പിന്നത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്ത റിയർ ഷോക്ക് അബ്സോർബറാണ്. ഇതൊരു ഫസ്റ്റ് ജനറേഷൻ എയറോക്സ് ആണ് കേട്ടോ. ഇത് ഇറങ്ങിയ ടൈം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഓൺ റോഡ് 1.45 lakhs ഓൺ റോഡ് കൊച്ചി ഇറങ്ങിയ ഒരു മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ റിയർ ഷോക്ക് ഭയങ്കര ഹാർഡായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ എയറോക്സിൻ്റെ ഭയങ്കര ഹാർഡായിരുന്നു. മിക്ക സ്കൂട്ടേഴ്സിൻ്റെ റിയർ ഷോക്ക് കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡ്, അധികം കംഫേർട്ടില്ല. ഹൈവേയിലൊക്കെ ഓടിക്കാൻ നടുവേനെടുക്കും, പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഓടിക്കാൻ നടുവേനെടുക്കും. സിറ്റിക്ക് വേണ്ടി ഗുഡ് റോഡ്സിൽ ഓടിക്കാൻ സ്കൂട്ടേഴ്സ് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ, എന്താ കണ്ടീഷൻ എന്നറിയില്ല. മോശം റോഡ്സ് അവിടെ ഓടിച്ചാൽ നടു ഓടി. അതിന് വേണ്ടി നമ്മൾ വേറെ സാധനം കൂടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ കുറച്ചൊരു സോഫ്റ്റർ ആയിട്ടുള്ള റിയർ ഷോക്കാണ് കൊടുത്തത്. അത് അഡ്ജസ്റ്റബിളാണ്. നമുക്കിത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബട്ടൺ, ഈ നോബ് കണ്ടില്ലേ, ഇത് നമുക്ക് തിരിച്ചാൽ റൈറ്റിലോട്ട് വെച്ചാൽ ഹാർഡോ, ലെഫ്റ്റിലോട്ട് വെച്ചാൽ സോഫ്റ്റാണ്. ഇപ്പോൾ സോഫ്റ്റസ്റ്റ് സെറ്റിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോട്ടിലത്തെ എല്ലാ കുഴി ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. സെറ്റപ്പ് ചെയ്ത് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ ഇതിൻ്റെ കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 3-way അഡ്ജസ്റ്റബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എയറോക്സിൽ കൊടുത്തിരുന്ന റേസ് ZRൻ്റെ അതിന് ഒറ്റ ഷോക്കാണ് ഉപയോഗിക്കുന്നത്. അത് 2 നോക്കി കൊടുത്ത് റേസ് ZRൻ്റെ ഷോക്ക് തന്നെ ഭയങ്കര ഹാർഡായിരുന്നു. അത് 2 വെച്ച് എന്താ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ, എന്താ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ഹാർഡായിരുന്നു, ഭയങ്കര ഫേം സൈഡായിരുന്നു. ഓൺ പെർഫെക്റ്റ് റോഡ് ഹൈവേയിലൊക്കെ ഓടിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര അൺകംഫർട്ടബിളായി. അതും ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ. ഇതൊക്കെ മിക്ക സ്കൂട്ടേഴ്സിനും ചെയ്യാൻ പറ്റുന്ന അപ്ഗ്രേഡ് കൂടിയാണ് കേട്ടോ. ഈ കമ്പനി കുറേ സ്കൂട്ടേഴ്സിന് വേണ്ടി ഡിയോ ആണെങ്കിൽ എൻടോർക്കിനാണ് അതിനൊക്കെ കുറേ ആഫ്റ്റർ മാർക്കറ്റ് ഷോക്സ് അവൈലബിളാണ്. കുറച്ചും കൂടി പ്രോഗ്രസീവായിട്ട്, കുറച്ചും കൂടി അതിൻ്റെ സ്പ്രിങ് റേറ്റ്, കുറച്ചും കൂടി അതിൻ്റെ കംപ്രഷൻ റീബൗണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് അബ്സോർബേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്.
അപ്പോൾ ഈ ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടോ. നമ്മുടെ റോട്ടിലത്തെ ഇംപെർഫെക്ഷൻ ബമ്പിൽ അതിൽ നമ്മൾ ടയർ ഇടിക്കുമ്പോഴേക്കും ഈ ഷോക്ക് കംപ്രസ് ആവുന്ന എനർജി അബ്സോർബ് ചെയ്യും. ഷോക്ക് ഒരു ഫോം ഓഫ് എനർജി അത് അബ്സോർബ് ചെയ്തെടുക്കും, അതുകൊണ്ടാണ് ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് കംപ്രഷൻ എന്ന് പറയും. ആ റേറ്റ് എത്ര സ്പീഡിൽ അത് കംപ്രസ് ചെയ്യുന്ന അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ കംപ്രഷൻ ഡയൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യണം, അതിനെ റീബൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഈ നോബ് കണ്ടില്ലേ, ഈ നോബ് അതിനായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ട. സെറ്റപ്പ് നോക്കണേ. പിന്നെ ഈ ഷോക്കിന് ഒരു വെയിറ്റിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുക. 75 kg ഓഫ് റൈഡറിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഷോക്കിന് അറിയില്ല നമ്മൾ പില്ലും വെച്ചോ സിംഗിൾ ആയിട്ടാണ് ഓടിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഡബിൾസ് കയറിയുന്ന കുറച്ചും കൂടി പ്രീ ലോഡ് ഓൺ ടു ദ ഷോക്ക് ആയിട്ട് വേണ്ടി പ്രീ ലോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് അബ്സോർബറാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് ഉള്ള അല്ലേ, കംപ്ലീറ്റ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഷോക്ക് അബ്സോർബറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഷോക്ക് അബ്സോർബർ സെറ്റപ്പാണ്. ഇത് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ മാറ്റിയ BMCയുടെ കുറച്ചുകൂടി ഫ്രീ ഓഫ് ഫ്ലോയിങ് ആയിട്ടുള്ള എയർ ഫിൽറ്ററാണ് വെച്ചിരിക്കുന്നത്. ലൈഫ് ടൈം ഫിൽറ്ററാണ്. സോ ഇത് ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും എടുത്ത് മാറ്റേണ്ട, ജസ്റ്റ് പ്രോപ്പർലി ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതിൻ്റെ സ്റ്റോക്ക് എയർ ഫിൽറ്ററിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം അധികമൊന്നും മാറ്റേണ്ട, വേറെ സ്പെയർ നോക്കിയിട്ട് കുറച്ചും കൂടി മാത്രമല്ല കുറച്ചും കൂടി എയർ ഇൻടേക്ക് ഇൻ ടു ദ എഞ്ചിൻ പോകുമ്പോഴേക്കുള്ള ആ ശബ്ദമില്ല, അത് കുറച്ചും കൂടി മാറും കേട്ടോ. അത് വണ്ടി ഓടിക്കുന്ന സമയത്തേക്കും ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ റിയർ ബ്രേക്സിനെ കുറിച്ച് കുറേ ചോദിക്കാൻ, റിയർ ബ്രേക്സ് അത്ര എഫക്റ്റീവ് അല്ലെന്ന് കുറേ പേര് പറയാണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി. പണ്ട് മുതൽ ഞാൻ മേടിച്ച് വെച്ച സാധനം ഫ്രം ഇന്തോനേഷ്യ ഒരു ബ്രേക്ക് ഷൂ ആണ് വരുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പുറത്ത് യമഹ എയറോക്സിന് വേണ്ടി ഇറക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലെത്തിയ ബ്രേക്ക് ഷൂവിൻ്റെ അതിൻ്റെ ഫ്രിക്ഷൻ മെറ്റീരിയലിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നത് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അത്രമാത്രം ഷാർപ്പ് ബൈറ്റില്ല, അത്രമാത്രം ബ്രേക്കിംഗ് സെറ്റപ്പ് ഇല്ലാത്ത കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്ക് ഷൂ കൊടുത്തത്. ഇന്തോനേഷ്യയിൽ അവർ അക്രമം കാണിക്കുള്ളൂ, അത് പിടിച്ചെടുത്ത് അവർ കണ്ടു. ഇന്തോനേഷ്യ കണ്ട് ജക്കാർട്ട ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജെന്യൂൻ ആയിട്ടുള്ള യമഹയുടെ സ്പെയർ. ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഹൈപ്പർ ടൂർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചിട്ട് മരണ ബ്രേക്ക്, അത് റിയർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ലോക്കാക്കി നിർത്താൻ പറ്റുന്ന ഒരു ബ്രേക്കായിട്ട് കൊടുത്തത്. പക്ഷേ എൻ്റെ റൈഡിങ് സ്റ്റൈൽ ഞാൻ കൂടുതൽ ഫ്രണ്ട് ബ്രേക്സാണ് ഉപയോഗിക്കുക. ഫ്രണ്ട് ഇൻ കോമ്പിനേഷൻ വിത്ത് റിയർ ആയിട്ട് ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് ഞാൻ മോർ ദാൻ ഹാപ്പി വിത്ത് ദ ഫ്രണ്ട് സെറ്റപ്പാണ്. റിയർ വേണമെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. കണ്ട ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻ കാണിച്ചു, നിങ്ങൾക്ക് റിയർ ബ്രേക്ക് മാത്രം മതി, കുറച്ച് റിയർ ബ്രേക്ക് കുറവാണ്, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ചാൽ സെറ്റാണ്. പിന്നെ നമ്മൾ ചെയ്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടോ. എൻ്റെ പ്രൈമറി ഷീവ്, എൻ്റെ സ്ലൈഡിങ് ഷീവും മാറ്റിയിട്ട് എൻ്റെ റോളേഴ്സും മാറ്റി കേട്ടോ. സെറ്റപ്പ് സാധനം. അത് ഇട്ടപ്പോഴേക്കും ഭയങ്കര ആക്സലേഷൻ ചേഞ്ചാണ്. സോ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ആക്സലേഷൻ കൂട്ടും, ടോപ്പ് സ്പീഡ് ചെറുതായിട്ട് കുറയുന്നു, ഫ്യൂൽ എക്കോണമി കുറച്ച് പൊടിക്കണം, പക്ഷേ വണ്ടി കുറച്ചുകൂടി ഹയർ RPM റൺ ചെയ്യും കേട്ടോ. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സലേഷൻ കൂട്ടും. 0 to 100 ആണ് ഫാസ്റ്റർ ആവുന്നത്. നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ ആ CVT പുള്ളിയില്ലേ, അതിൻ്റെ വേരിയേറ്റർ എന്ന് പറയും, ലോക്കലി വേരിയേറ്റർ എന്ന് പറയാണ്ട് CVT പുള്ളി എന്ന് പറയാറുണ്ട്, കുറേ പ്രൈമറി പുള്ളി എന്ന് പറയാണ്ട്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടേംസാണ്. എൻ്റെ ടെക്നിക്കൽ ടേം യമഹ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ഷീവ്, സ്ലൈഡിങ് പ്രൈമറി ഷീവ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ കറക്റ്റ് ഷീവ് എന്നാണ് കേട്ടോ. അതിൻ്റെ സ്പെല്ലിങ് കൊടുക്കുക SHEAVE, ഷീവ് എന്നാണ് എന്നെ പറയുന്നത്. എന്നാൽ യമഹ പറയുന്നത്. പല പേരും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറയാം. ഞാൻ ഫോർ റെഫറൻസ് ബൈ ടെക്നിക്കൽ നെയിം തന്നെയാണ് പറയുന്നത്. സെറ്റപ്പാണ് കേട്ടോ. അത് രണ്ടും മാറ്റി. അത് ഇന്തോനേഷ്യൻ സ്പെക്കാണ്, ഇന്തോനേഷ്യ ട്യൂണ് ഡിസൈൻ ചെയ്ത് തന്ന ഈ പാർട്സൊക്കെ നമുക്ക് എവിടെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ എല്ലാ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ ഇപ്പം നോട്ട് ചെയ്യുമ്പോഴാണ് കണ്ടില്ലേ ഇതിൻ്റെ മൗണ്ടിങ് കണ്ട, മൗണ്ടിങ് കുറച്ചൊന്ന് ലൂസായിട്ട്, അതായത് ചെറിയ വൈബ്രേഷൻ വന്നെ. ചില എയറോക്സ് ഓണേഴ്സൊക്കെ പറയാല്ലേ, വണ്ടി ഐഡിൽ ചെയ്യുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയ ഒരു എഞ്ചിൻ വൈബ്രേഷൻ ഉണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ മൗണ്ടിങ് ആണ്, കുറച്ച് റസ്റ്റിംഗ് പോലെയൊക്കെയാണ്. അതൊക്കെ എടുത്ത് നമുക്ക് സോർട്ട് ചെയ്യണം. വണ്ടി പ്രോപ്പർലി സ്ട്രിപ്പ് ചെയ്ത് എല്ലാ മോട്ടോർസൈക്കിളും 3 years 4 years ആകുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്ത് എല്ലാ സാധനവും ഇൻസ്പെക്ട് ചെയ്യും. അതിനുള്ള ടൈം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ചെയ്യട്ടെ. അത് വേറെ വീഡിയോ ചെയ്യാം. ഫുൾ വണ്ടി സ്ട്രിപ്പ് ചെയ്ത് എന്തൊക്കെ സാധനം പോയിട്ടുണ്ട്, എന്തൊക്കെ സാധനം പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എവറി ഡേ അബ്യൂസ് ചെയ്യുന്ന ഒരു സ്കൂട്ടറാണ്. കണ്ടില്ലേ, വൈഫാണ്, ഫ്രണ്ട്സാണ്, എല്ലാവരും കൂടിയിട്ട് തകർക്കുന്ന. അതിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ കാണാൻ പറ്റും. PPF ചെയ്ത വണ്ടിയെ നമുക്ക് PPF ഒക്കെ റിമൂവ് ചെയ്ത് ഒരു കസ്റ്റം പെയിൻ്റ് ഒക്കെ ചെയ്യണോ വേണ്ടോ നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം കേട്ടോ. എന്ത് പറയുന്നു, ഷുഡ് ബി പെയിൻറ്റ് ഇറ്റ്, കസ്റ്റം പെയിൻറ്റ് ചെയ്യണോ? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. അതൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇനിയും കുറച്ചും കൂടി പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ V ബെൽറ്റ് ഉപയോഗിക്കുക. അത് മാറ്റിയൊരു കാർബൺ കെവ്ലാറിൻ്റെ V ബെൽറ്റ് അവൈലബിൾ. അപ്പോൾ അതിന് സ്ലിപ്പേജ് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ബെൽ ഹൗസിങ് മാറ്റാം. അതിൻ്റെ ടോക്ക് സ്പ്രിങ് ഉണ്ട്, അതും മാറ്റാം. കുറേ ഓപ്ഷൻസ് ഫോർ ദ എയറോക്സ് ഉണ്ട്. ഞാൻ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ RC ഒക്കെ ഇരിക്കുന്നത് ഇതൊക്കെ എയറോക്സിൻ്റെ പാർട്സാണ് കേട്ടോ. കണ്ട സസ്പെൻഷൻ, സസ്പെൻഷൻ, കുറേ സാധനങ്ങളുണ്ട്. ടെയിൽ ലൈറ്റൊക്കെ എടുത്ത് വെച്ച പ്രോഡക്റ്റ് സീരീസ്, ന്യൂ ഫീച്ചേഴ്സ് ഉള്ള പല കളർ റെയിൻബോ ലൈറ്റൊക്കെ മിന്നി കത്തുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡിസ്ക് റോട്ടേഴ്സ്,
ഇത് ഫാസ്റ്റൊക്കെ റോളേഴ്സ് ഞാൻ പറഞ്ഞു, റോളേഴ്സ് ലൈറ്റർ വെയിറ്റ് റോളേഴ്സൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കേണ്ടത്. അതിൻ്റെ പാക്ക് ലൈറ്റ്, കുറേ സാധനം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്താന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബുഷിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വൈബ്രേഷനൊക്കെ വരുന്നു. അത് മാറ്റാൻ വേണ്ടി കണ്ട സ്കൂട്ടിഗൻ്റെ പിങ്കി ബുഷാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സാധനം മാരക സാധനം കേട്ടോ. നോക്കൂ സെറ്റപ്പ് നോക്കണേ. കണ്ട അത് വെച്ചാൽ ആ ചെറിയ വൈബ്രേഷൻ വരുന്ന ഐഡിലൊക്കെ വരുന്ന വൈബ്രേഷൻ, വണ്ടി സ്റ്റേഷനായി വെക്കുമ്പോൾ എൻജിൻ മൗണ്ടിൽ നിന്ന് വരുന്ന വൈബ്രേഷനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ വെച്ച് വീഡിയോ ചെയ്യാം. എല്ലാ സെറ്റപ്പ് സാധനവും വീഡിയോ വരുന്നുണ്ടോ, സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്ത് കാര്യമാണ്, ഇതിൻ്റെ ഓവർ ടൈം ഇതിൻ്റെ കീ സെറ്റ് കുറച്ചൊന്ന് ഹാർഡായിട്ടോ. ഇതിൻ്റെ കീയില്ലേ ഒന്ന് ചെറുതായി തിരിക്കുമ്പോൾ ചെറിയൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കുറേ പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, കുറച്ച് പേര് സിമിലറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ വിത്ത് എയറോക്സ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് 24.5 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. കണ്ടോ അത് ഞാൻ നൈസൊരു കവറൊക്കെ ഇട്ട് കുറച്ച് പാർട്സ് ആണ് കേട്ടോ. ഹെയ്ഡ്സൂടെ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. കണ്ടില്ലേ കുറച്ച് പാഡ്സും ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടി ബെറ്റർ ഗ്രിപ്പ് കംഫർട്ടിന് വേണ്ടിയുള്ള കുറച്ച് കണ്ടില്ലേ ആ റബ്ബറാണ്, ഓട്ടോമോട്ടീവ് റബ്ബർ ആക്സറി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ. പിന്നെ ഇത് ബൂട്ട് കവർ, ബാക്കി വന്ന കുറച്ച് ബോൾട്ട് നെട്ടൊക്കെ ഞാൻ മാറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കണ്ടല്ലേ ഇവിടെ സൈഡ് 2 പോക്കറ്റും ഉണ്ട്. ഇത് പ്രോപ്പർലി ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണം, ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടില്ല. സെറ്റപ്പ് വെക്കണം, കുറച്ചൊരു പ്രീമിയം ആയിട്ട് കുറച്ച് ഭയങ്കര ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ആവശ്യത്തിലുള്ള ബൂട്ട് സ്പേസാണ്. കാരണം എന്താ ഇതിന് ഇത്രയും ബൂട്ട് സ്പേസ്. പിന്നെ വേറൊരു സാധനം എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വിട്ട്, ബാറ്ററി ഞാൻ മാറ്റിയായിരുന്നു. ബാറ്ററി മാറ്റിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർ സൈസ് ബാറ്ററി ആദ്യം ഉണ്ടായിരുന്ന ബാറ്ററി കിട്ടില്ല. ബാറ്ററി മാറ്റിയപ്പോഴേക്കും പിന്നെ ഞാൻ ബ്ലൂടൂത്ത് മോഡിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാറ്ററി ചെയ്യണം. അപ്പോൾ അതും ഡിസ്കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ പുതിയ മോഡൽ എയറോക്സിന് വരുന്നതിൻ്റെ ബാറ്ററി കവർ ഉണ്ട്, അതെടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിറ്റ് ആവും കേട്ടോ. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് സെറ്റപ്പിന് വേണ്ടി വെച്ചേക്കുണ്ടോ, അത് മാറ്റണം. നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്ന ഉടനെ നമുക്ക് മാറ്റിയേക്കാം. ടൈം കിട്ടുന്നില്ല. സ്കൂട്ടേഴ്സ് ബിൽഡ് ചെയ്യാൻ എന്താ പറയുക പ്രശ്നങ്ങൾ. ഇതെപ്പോഴും ഓടും നമ്മൾ ഡെയിലി യൂസിന് ആകെ റോഡ് ലീഗലായിട്ട് ഓടാൻ പറ്റുന്ന വണ്ടികൾ ആകെ ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിലധികം ഞാൻ പണിയാറില്ല. സോ ഈ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഇട്ടപ്പോഴാണ് ഇതൊരു മനസ്സിലായി, സ്കൂട്ടേഴ്സിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എൻ്റെ ഇൻബോക്സ് മൊത്തം അതെ ഏത് സ്കൂട്ടറിൽ ഇത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമോ. ഈ സ്കൂട്ടറിന് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണിയായിട്ട്. പക്ഷേ നമ്മൾ എവറി ഡേ യൂസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് അതില്ലെങ്കിൽ പണിയാം, അതുകൊണ്ട് അധികം പണിയാത്ത. സോ ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ടൈം ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഫ്രം റൈഡിങ് ദ എയറോക്സ് നമ്മളെടുത്ത് കംപ്ലീറ്റ്ലി പണിയാൻ പോവുക. ഇതിൻ്റെ സീറ്റൊക്കെ റീഡിസൈൻ ചെയ്യാൻ പോകാണ്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഈ സീറ്റ്, ഈ ഗ്രൂവ്, ഈ സീറ്റുണ്ട്, ഇത് ഫ്ലാറ്റ് സീറ്റല്ല, ഇവിടെ ഒരു സ്റ്റെപ്പായിട്ട് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പില്ലിലിരിക്കാൻ വേണ്ടി റൈഡറിന് ഇവിടെ വരെ ഇരുന്നാൽ മതി. അതുകൊണ്ട് കുറച്ച് ടോളർ റൈഡേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ പിന്നെ ഈ പോർഷൻ കണ്ടില്ലേ, ഈ പോർഷൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡിങ് ബാക്കാണ്. ചിലപ്പോൾ കാല് വെക്കുമ്പോൾ കുറച്ച് ടോളർ റൈഡേഴ്സ് അത് കാല് ഇവിടെ വന്ന് തട്ടാം, ബ്രേക്കിംഗ് സമയത്ത് വന്ന് തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചെറിയ ഫ്യൂൾ ടാങ്കാണ്. അതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ട് വരുന്ന ഇഷ്യൂസ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ വണ്ടി ആദ്യം ഇറങ്ങിയപ്പോൾ ഇതിന് നോർമലായിട്ടുള്ള ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്താൽ കണ്ടില്ല കളറൊക്കെ ഫേഡായി. ഇത് മാറ്റി നമുക്ക് LED ആക്കാം. സെറ്റപ്പൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും LEDs കൺവേർഷൻ കിറ്റൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അത് നോക്കാം. ആ ടൈം കിട്ടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ 3 ഇയേഴ്സ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി വണ്ടി സ്ട്രിപ്പ് ചെയ്ത് പെയിൻ്റ് അടിച്ച് മത്താപ്പാക്കി എടുക്കാനാണ് പ്ലാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. ശരിക്കും ഈ സ്കൂട്ടർ ഞാൻ പ്രോപ്പർലി PPF ഒക്കെ ചെയ്ത് ഭയങ്കര ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത സ്കൂട്ടറാണ് കേട്ടോ. ഇത് കുറച്ച് കാലം ഇതിൻ്റെ ഒരു വയറിങ്ങിനൊരു കംപ്ലയിൻറ്റ് വന്നത്, എലി കയറേണ്ട അങ്ങനെ എന്തോ റോഡ് ആൻഡ് ബൈറ്റ് കാരണം എന്തോ ഇഷ്യൂ വന്നിട്ട് ഞാൻ കുറച്ച് കാലം ഓൾമോസ്റ്റ് 6-7 മന്ത്സ് ഷോറൂമിൽ വണ്ടി ഇരിക്കേണ്ടി വന്നു. അതിന് ശേഷം വണ്ടി ഇത്രയും ബാഡ് കണ്ടീഷൻ കണ്ട് ഇവിടുത്തെ പെയിൻറ്റ് ആ ക്വാളിറ്റി PPF ആണ്. റിമൂവ് ചെയ്ത സെറ്റപ്പ് ആവാൻ തോന്നുന്നു. ഒന്ന് കൊണ്ട് റിമൂവ് ചെയ്ത് സെറ്റാക്കി നോക്കണം, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് എടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് എവറി ഡേ യൂസ് ചെയ്യുക. കുറച്ച് 6 മാസം ഇല്ലാത്തപ്പോൾ ഞാൻ വേറെ വണ്ടിയിലോട്ട് മാറി. പിന്നെ ഞാൻ പറഞ്ഞ പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എയറോക്സിന്. നിങ്ങൾ എയറോക്സ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇതിൻ്റെ പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ്. ചില കമ്പോണൻസ് ഒക്കെ വയറിംഗ് കിറ്റിൻ്റെയൊക്കെ പോയി കഴിഞ്ഞാൽ 13,500 റുപ്പീസ് ഞാൻ കൊടുക്കേണ്ടി വരും. യമഹ വാറണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട് പോട്ടെ, വണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് 13,500 കൊടുത്തിട്ട് ഫിറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ബാക്കി എല്ലാ കാര്യം ഞാൻ ക്ഷമിക്കും, പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ പ്രിസൈസ് ആക്കണം. ഐ എം റെഡി ടു മേക്ക് ദ പേയ്മെൻറ്റ്. പക്ഷേ ചില കാര്യങ്ങൾ ഷോറൂമിൽ ചെയ്തതിനാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അത് പെർഫെക്ഷൻ കണ്ടില്ലേ ഇതൊക്കെ ഇവിടുത്തെ ക്ലിപ്പൊക്കെ പൊട്ടിച്ചിട്ടാണ് എനിക്ക് ഷോറൂമിൽ നിന്ന് നമ്മൾ അത് ഷോറൂമിൽ നിന്ന് ഞാൻ വിചാരിച്ചത് വാറണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഷോറൂമിൽ നിന്ന് കൊണ്ടേ സർവീസ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഈ വയറിംഗ് കിറ്റൊക്കെ മാറ്റിച്ച്. പക്ഷേ എന്ത് പറയാൻ, അവർ പ്രോപ്പറായിട്ട് നോക്കിയില്ല. ഭയങ്കര അതിൻ്റെ പകുതി ബോൾട്ടും നട്ടൊന്നും വണ്ടി കാണുന്നില്ല. ചില സാധനങ്ങൾ അവർ റിമൂവ് ചെയ്തിട്ട് അത് വണ്ടി വെച്ചിട്ടില്ല തിരിച്ച്. സോ അത്രയും മോശം സർവീസ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വാറണ്ടി വേണ്ട. വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ എന്ത് പോയാൽ നമുക്ക് പണിയാൻ അറിയാം. എന്തിനാണ് വെറുതെ വാറണ്ടിക്ക് വേണ്ടി വണ്ടി ഇങ്ങനെ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ സാധനം നമുക്ക് മാറ്റാം. അതിൻ്റെ ഫുൾ ബിൽഡ് സീരീസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടും കേട്ടോ. കംപ്ലീറ്റ്ലി വണ്ടി സെറ്റ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് ഷോറൂമിൽ കൊണ്ടേ കാണിക്കും ഇങ്ങനെ പണിയാൻ പറ്റുമെന്ന്.
അത് ഒട്ടും ശ്രദ്ധിക്കാണ്ട് വളരെ മോശമായിട്ട്, എങ്ങനെ മോശമായിട്ട് ഒരു വണ്ടി സർവീസ് ചെയ്ത് തരാൻ പറ്റും? അങ്ങനെയാണ് യമഹ ഷോറൂം ഈ വണ്ടി സർവീസ് ചെയ്തത്. എന്താണെന്നറിയില്ല, ടെക്നീഷ്യൻ പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണോ എന്താ സെറ്റപ്പ് എന്നറിയില്ല. ഈ വണ്ടിക്ക് പാർട്സ് കിട്ടാനും പാടാ, മര്യാദക്കുള്ള സർവീസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ പകുതി ബോൾട്ടും നട്ടൊക്കെയാണ് കണ്ടില്ലേ, കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്ത് വെച്ച പോലെയാണ്, കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ചില ബോൾട്ട് നട്ടൊക്കെ ഞാൻ ഇതുവരെയും പടന്നിട്ടില്ല, പക്ഷേ എൻ്റെ ബോൾട്ട് നട്ടൊക്കെ സ്ട്രിപ്പ് ചെയ്തിരിക്കുക. എന്നാൽ അവർക്ക് അബ്യൂസ് ചെയ്തിട്ട് ആ ഒരു പണിത വണ്ടി സെറ്റപ്പ് പോലെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, ഇനി യമഹയെ നമ്മൾ കൊടുത്ത് സർവീസ് ചെയ്യുന്നില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, പോട്ടെ. ഞാൻ ഷോറൂം ഒന്നും പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടം, അവരായിട്ട് തന്നെ പോട്ടെ. പക്ഷേ എനിക്ക് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്ത് ചെയ്യാം, ഞാനത് വാറണ്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തത്. പക്ഷേ ഇനി വേണ്ട, വാറണ്ടി ഇല്ലെങ്കിൽ ഞാൻ തന്നെ പടുത്തോളാം, ഒരു സീനുമില്ല. സോ ഇതിന് സ്പെയർ പാർട്ട് സർവീസൊക്കെ, ഇതിൻ്റെ സർവീസും സ്പെയർ പാർട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. സ്പെയർ പാർട്ട് കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ പാർട്സ് പെട്ടെന്ന് റെഡിലി അവൈലബിൾ കിട്ടാനൊക്കെ കുറച്ച് പാടുണ്ട്. ശരി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എയറോക്സിനുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. പുറത്തുനിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ പാർട്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇന്ത്യയിൽ നിന്ന് ഇത് ഓർഡർ ചെയ്ത് പാർട്സ് കിട്ടാൻ പാടാ. പക്ഷേ അതേ സമയം ബൈ ഇന്തോനേഷ്യ അവർ പോസ്റ്റ് അയച്ചാൽ വിത്ത് ഇന്തോനേഷ്യ പാർട്സിന് വിലയും കുറവാണ്, ഗുഡ് ക്വാളിറ്റി പാർട്സും കിട്ടും, ബെറ്റർ ക്വാളിറ്റി പാർട്സും കിട്ടും, അപ്ഗ്രേഡഡ് പാർട്സും കിട്ടും. അത് ഇവിടുത്തെ പാർട്സിനെക്കാട്ടി വില കുറവ്, ചീപ്പറായിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. സോ ഇതിൻ്റെ സ്റ്റോക്ക് പാർട്സ് വെച്ചൊക്കെ ഇന്തോനേഷ്യൻ പാർട്സിൻ്റെ അവിടെ പ്രൈസ് കുറവാണ്. അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ചിലപ്പോൾ വന്നതിനെ പാർട്സിൻ്റെ കോസ്റ്റ് ഇടും, പക്ഷേ പെട്ടെന്ന് സാധനം കിട്ടും. ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം അവർ ഷിപ്പ് ചെയ്യും, സാധനം വിത്തിൻ 1 വീക്ക് എത്തും. എന്ത് പാർട്സ് ആണെങ്കിലും, വയറിങ്ങിൻ്റെ ആണെങ്കിലും, അതിൻ്റെ കമ്പോണൻസ് ആണെങ്കിലും, പ്രൈമറി ഷീവ് ആണെങ്കിലും, എല്ലാ സാധനവും 1 to 2 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഇവിടെ കസ്റ്റം 1 വീക്ക് എത്തും. പിന്നെ അവിടുത്തെ കസ്റ്റം ക്ലിയറൻസ് ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ കസ്റ്റം ഡ്യൂട്ടി, ആ കസ്റ്റം ക്ലിയറൻസ് ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൾറെഡി ഒരു ടീം ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ടൂർ എന്ന് പറഞ്ഞ പേജ് ഇന്ത്യ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കയറി ചെക്ക്. അതിൽ നിന്ന് കുറച്ച് കോമ്പോണൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ക്ലിയർ എയർ ബോക്സ് കവറൊക്കെ അവിടെ നിന്ന് എടുത്ത് 1000 രൂപ, 900 റുപ്പീസ് സംതിങ് ആണ് വരുന്നത്. പക്ഷേ വേർത്ത് ആയിട്ടുള്ള അപ്ഗ്രേഡ് ആണ് കേട്ടോ. എക്സോസ്റ്റ് ആ എയർ ഇൻടേക്കും കൂടി ഞാൻ വെച്ചാൽ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തില്ല, പക്ഷേ ആ എയർ ഇൻടേക്ക് ശബ്ദമാണ് മാറുന്നത്. കണ്ടില്ലേ ഈ വൈബ്രേഷൻ ആ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടേക്കണോണ്ടാട്ടോ. പിന്നെ ഞാൻ പറയാം, എൻ്റെ ഫ്രെയിം കൺസെപ്റ്റ് സ്റ്റെപ്പ് ഓവർ ഫ്രെയിം. നമ്മൾ സാധാ സ്കൂട്ടർ പോലെ കാലിങ്ങനെ സ്റ്റെപ്പ് ത്രൂ ചെയ്യാൻ പറ്റില്ല, സ്റ്റെപ്പ് ഓവർ ചെയ്യണം. കണ്ട കാലിങ്ങനെ കവച്ച് വെച്ചൊക്കെ, അല്ലെങ്കിൽ സാധാ മോട്ടോർ സൈക്കിൾ കയറുന്ന പോലെ കയറണം. ഭയങ്കര ഫാസ്റ്റ് റബ്ബിങ് ആയിട്ടാ. ഒരു ശബ്ദം ടിക്ക് നേടില്ലേ, കേട്ടോ? കണ്ട ആ VVA എൻഗേജ് ചെയ്യും കേട്ടോ. വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ പറക്കും. VVA കിക്ക്ഡ് എന്നിട്ട് കണ്ട കുറച്ച് വൈബ്രേഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഊരി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. കണ്ട ഒരു പൊടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്, അതല്ലാണ്ട് പെർഫെക്റ്റ്. നമുക്ക് വണ്ടി കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്തിട്ട് ആ വൈബ്രേഷൻ കണ്ടുപിടിച്ചിട്ട് പ്രോപ്പർലി ഡാമ്പനൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇനി ഫ്യൂച്ചർ ചെയ്യാം കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി ഒന്ന് ഓടിച്ചിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മുടെ സ്കൂട്ടർ മോഡിഫൈ ചെയ്തിട്ട് മാക്സി സ്പോർട്സ് സ്കൂട്ടർ കേട്ടോ, എയറോക്സ് 155. ഇപ്പോൾ ഇതിന് കുറച്ച് ഡിമാൻഡൊക്കെ കയറി വരുന്നുണ്ട്. ഇത് പ്രിറ്റി ഗുഡ് സ്കൂട്ടർ കേട്ടോ. ഇതിൻ്റെ സ്റ്റോക്ക് ഫോമിൽ അത്രയും സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ പവർ ഉണ്ടെന്ന് വെച്ചാൽ പവർ ഉണ്ട്, ഡെഫിനറ്റ്ലി 15 ഹോഴ്സ് പവർ, 14 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്, റെസ്പെക്റ്റബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഷോക്ക് സ്പെഷ്യലി ഭയങ്കര ഹാർഡാണ്. ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്, അത് കുറച്ചൊന്ന് ഹാർഡ് സൈഡ്. ഇപ്പോൾ നോക്കുക, ആ ബംസൊക്കെ റോട്ടിലത്തെ ആ ഇംപെർഫെക്ഷനൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ സോക്ക് ചെയ്തെടുക്കുന്നത്. ആ 6000 RPM എത്തുമ്പോഴേക്ക് ആ VVA കിക്കിൻ ചെയ്യുന്ന 6400 6200 RPM കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നോക്കിക്കോട്ടെ. അപ്പോൾ നമ്മളിതിൽ കുറേ ചേഞ്ചസ് വരുത്തിയുണ്ട്. ഇതിൻ്റെ CVTയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയുണ്ട്. ഇതിൻ്റെ പ്രൈമറി ഷീവിലും ആ സ്ലൈഡിങ് ഷീവും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഷീവും ആ സ്ലൈഡിങ് ഷീവും മാറ്റിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളത്തെ റോളേഴ്സ് ലൈറ്റർ വെയ്റ്റ് റോളേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കുറച്ചും കൂടി ഹയർ RPM നിൽക്കും, എന്നിട്ടാണ് ഒന്ന് അപ്ഷിഫ്റ്റ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഹയർ ഗിയർ റേഷ്യോസിലോട്ട് ഇതങ്ങനെ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യില്ല.
കുറച്ചും കൂടി നേരെ ആ ഹയർ ആർ പി നിന്നിട്ടാണ് അടുത്തതിലോട്ട് പോകുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് കുറച്ചും കൂടി ഹയർ ആർ പി നിന്ന് കഴിഞ്ഞാൽ എക്കോണമി കുറച്ച് കുറയും, പക്ഷേ ബെറ്റർ ആക്സിലറേഷനാണ് കിട്ടുന്നത്. ടോപ്പിൻ്റെ ഒന്ന് പൊടിക്ക് കുറയും, പക്ഷേ ബെറ്റർ ആക്സിലറേഷൻ കിട്ടും കേട്ടോ. കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ള കണ്ടില്ലേ, ഓഹോ കൊള്ളാം. 0 to 100 1 second ഫാസ്റ്റർ ആവും. അത് എവറി ഡേ യൂസേജിൽ സെറ്റപ്പാണ് കേട്ടോ. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആ റോളേഴ്സിൻ്റെ വെയിറ്റ് പലതരം വെയിറ്റ്സ് ഉണ്ടാവും. നമ്മുടെ ഇഷ്ടം, നമ്മുടെ റൈഡിങ് സ്റ്റൈൽ, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അത് കസ്റ്റം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ റെവിയൊക്കെ VVAയിലാണ്, എക്സോസ്റ്റോണില്ല BMCയുടെ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള കുറച്ചും കൂടി ബെറ്റർ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള എയർ ഫിൽറ്ററാണ് വെച്ചിരിക്കുന്നത്. ഓ എന്ത് ബട്ടറി സ്മൂത്തായിട്ടാണ് എയറോക്സ് പോകുന്നത്. പ്രോപ്പർ സ്റ്റേബിളും കൂടിയാണ്. ഈ മൈലേജ് ഡ്രോപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ല, അത് അക്രമം കാണിച്ച് ഓടിച്ചാലാണ് കേട്ടോ. മര്യാദയ്ക്ക് ശാന്തി സമാധാനത്തിൽ ഒരു 50 ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 40 to 50 ഒരു 40-45 ഫ്യൂൽ എക്കോണമിയൊക്കെ കിട്ടും കേട്ടോ. ഇതിൽ തന്നെ കാണിക്കുക ആവറേജ് ഫ്യൂൽ എക്കോണമി എത്രയുണ്ട്. സെറ്റ് ഫ്യൂൽ എക്കോണമി ആട്ടോ. എനിക്ക് ഫോർ ദ പെർഫോമൻസ് ഇറ്റ് ഓഫേഴ്സ് അതാ പറയുന്നത്. ചില സ്കൂട്ടേഴ്സിന് കൂടുതൽ ഫ്യൂൽ എക്കോണമി ഉണ്ട്, ചില മറ്റ് സ്കൂട്ടേഴ്സിനൊക്കെ നല്ല ഫ്യൂൽ എക്കോണമി ഉണ്ട്. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന പവർ വെച്ചിട്ട്, ആക്സലറേഷൻ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത ഫ്യൂൽ എക്കോണമി ആയിട്ട് ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഗെറ്റ്. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ മര്യാദക്കൊക്കെ ഓടിച്ചാൽ 50-55 ഓടിച്ചാൽ 35-40-42 കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 5.5 ലിറ്റർ ഫ്യൂൽ ടാങ്ക്. അത് ഇവിടെ കാണിക്കുന്നത് കുട്ടി ഫ്യൂൽ ടാങ്ക് കൊടുത്താൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. വലിയ സൈസ് ഫ്യൂൽ ടാങ്ക് അവൈലബിൾ ആണ്. പക്ഷേ കൈ കൊടുത്ത് ഓടിക്കാൻ രസമുണ്ട്. ഓവർടേക്ക് ആ സസ്പെൻഷൻ മാറ്റിയപ്പോഴേ ആ റോട്ടിലത്തെ എല്ലാ ഇംപെർഫെക്ഷൻസും ബ്യൂട്ടിഫുള്ളിയാണ്. ബാക്ക് ഷോക്കാണ്ട് നമ്മൾ മാറ്റിയത് എന്ത് സുഖം. നേരത്തെ ഇതിൻ്റെ സ്റ്റോക്ക് സസ്പെൻഷൻ, ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആ ഭയങ്കര ഫേം ആയിട്ടുള്ള സസ്പെൻഷൻ, ആ ഷോക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ആ ട്വിൻ ഷോക്ക് അബ്സോർവർ ഭയങ്കര ഫേമായിരുന്നു, ഭയങ്കര ഹാർഡായിരുന്നു. അത് വെച്ച് ഓടിക്കുമ്പോൾ എന്താ പറയുക, വണ്ടി ഭയങ്കര ഹാർഡായിട്ട് നല്ല ഹാൻഡ്ലിംഗ് ഒക്കെയാണ്. പക്ഷേ എന്നാലും എന്താ പറയുക, ഒരു സുഖമില്ല, നടുവിന് വലിയ സുഖമില്ലാത്ത സെറ്റപ്പാണ് കൊടുത്തത്. പക്ഷേ ഇത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ ജീറിൻ്റെ ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഷോക്ക് അബ്സോർബർ വെച്ചപ്പോഴേക്കും എന്ത് സ്മൂത്തായി നോക്ക്. റോഡൊക്കെ നന്നായ പോലെ. ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ടെസ്റ്റ് കേട്ടോ. ബ്രേക്സും മാറ്റി, അത് പറയാൻ വിട്ടു കേട്ടോ. ഫ്രണ്ട് ഇപ്പോൾ വളരെ സോഫ്റ്റായി. ഫ്രണ്ട് പെട്ടെന്ന് ബോട്ടം ഔട്ടായി പോകും, പക്ഷേ ബാക്ക് ബ്യൂട്ടിഫുള്ളി അത് അബ്സോർബ് ചെയ്തെടുക്കും. ആ എക്സോസ്റ്റോട്ട് ആ എയർ ഇൻടേക്ക് ശബ്ദമുണ്ട് കേൾക്കുന്നത്. ആ എയർ ഫിൽറ്റർ മാറ്റി അതിൻ്റെ ആ ഓപ്പൺ കവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ലൗഡായിട്ട് കേൾക്കുന്നത്. നല്ല ഫാസ്റ്റ് ആക്സലറേഷനാണ്. പിന്നെ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ റിയർ ബ്രേക്ക് ഷൂ, ഇൻഡോനേഷ്യൻ ബ്രേക്ക് ഷൂ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും ഷാർപ്പ് ബൈറ്റ് ആവും. ഇപ്പോൾ സ്റ്റോക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അത്ര ബൈറ്റ് ഇല്ല, പക്ഷെ എന്നാലും പ്രോഗ്രസീവാണ്. ഇപ്പോൾ ചില കണ്ടീഷനിലൊക്കെ റിയർ ബ്രേക്സ് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടോ ആ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് യൂസ് അത് ഞാൻ മാറ്റും. കുറച്ചും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ബ്രേക്സ് ഈ വണ്ടിയുടെ പവർ വെച്ചിട്ട് ഇനി അപ്ഗ്രേഡ്സ് ഉണ്ട്. ഇനി നമ്മൾ ECU ട്യൂൺ ചെയ്യാൻ പോകുന്നുണ്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു 2 ഹോഴ്സ് പവർ ഗെയിൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സെറ്റപ്പാകും വണ്ടി. നല്ല പൊട്ടൻഷ്യലുള്ള മോട്ടോർ സൈക്കിൾ, നല്ല പൊട്ടൻഷ്യലുള്ള സ്കൂട്ടറാണ് കേട്ടോ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇതിന് സിംഗിൾ ചാനൽ ABS, ഡുവൽ ചാനലല്ല, സിംഗിൾ ചാനൽ ABS. ഫ്രണ്ടിൽ മാത്രമേ ABS ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിൽ ആദ്യം വന്ന 230mm ഡിസ്ക് റോട്ടറാണ് കേട്ടോ. കുട്ടി ഡിസ്ക് റോട്ടറാണ്. അത് നമ്മൾ മാറ്റിയ 267mm ഡിസ്ക് റോട്ടറാണ് വെച്ചാൽ വലിയ ഡിസ്ക് റോട്ടർ. കാലിപ്പർ മാറ്റി, മാസ് സിലിണ്ടർ മാറ്റി. ബ്രേക്സ് മാരക ബ്രേക്സാണ്. പെട്ടെന്നാണ് ABS ഇൻ്റർവീൻ ചെയ്യുന്നത്. ആ ഫീലിംഗ് പെട്ടെന്ന് നമുക്ക് കൈ കിട്ടും. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ആ ABS മോഡിൽ വിട്ടുകൊടുക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ക് ലോക്കായി, ഇതിൻ്റെ ഫ്രണ്ട് വീൽ ലോക്കായി, അത് വിട്ടു കൊടുക്കാൻ വേണ്ടിയുള്ള ആ ശബ്ദം കേൾക്കാൻ പറ്റും. ആ പമ്പിൻ്റെ സ്കൂട്ടർ കൊള്ളാട്ടോ. ഓടിച്ചേർക്കാൻ പ്രത്യേക ഒരു വൈബാണ്. 15 ഹോഴ്സ് പവർ 40 Nm ഓഫ് ടോർക്ക്. ഇത്രയും ചെയ്താൽ അങ്ങനെ ഹോഴ്സ് പവറിൽ വലിയ ഗെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ഹോഴ്സ് പവർ ഗെയിൻ ഒന്നുമില്ല. പക്ഷേ ECUം കൂടി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ദാറ്റ് എയർ ഇൻടേക്ക് കുറച്ചുകൂടി ബെറ്റർ ഫ്യൂൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് മോർ പവർ. ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ഡൈനോ FRK റേസിംഗ് ചെയ്ത് അവർക്ക് ഏകദേശം 3 ഹോഴ്സ് പവർ വരെ ഗെയിൻ ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത് കേട്ടോ. അറ്റ് ദ വീൽ അത് നല്ല ഗെയിനാണ് അറ്റ് ഹയർ RPM. അപ്പോൾ ടോപ്പ് സ്പീഡ് കുറച്ചുകൂടി വേണമെങ്കിൽ അങ്ങനത്തെ ട്യൂൺ ചെയ്താൽ സെറ്റാക്കാം. നമുക്കത് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാണുന്നതാണ് എൻ്റെ എവറി ഡേ യൂസേജിന് ഒരു അടിപൊളി കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടറായിട്ടോ. സാധാ സ്കൂട്ടേഴ്സിൽ നമുക്ക് ഓടിക്കുമ്പോൾ അത്രയും കംഫർട്ടില്ല, അങ്ങനെ ലോങ് ഓടിക്കാൻ പറ്റില്ല. സ്കൂട്ടേഴ്സ് നമ്മുടെ ഈ കൊച്ചി ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ നല്ല സുഖമുണ്ടോ. മോട്ടോർ സൈക്കിൾസ് ഉണ്ട്, ഫണ്ണാണ് മോട്ടോർ സൈക്കിൾ. പക്ഷേ ഹെവി ട്രാഫിക്കിൽ ചൂട്
അങ്ങനെയൊക്കെ ഇരുന്ന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. കൊച്ചി ഹെവി ട്രാഫിക്കിൽ അതേപോലെ ബാംഗ്ലൂർ ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ നോക്കൂ, ആ ചാട്ടമൊക്കെ എടുത്തപ്പോൾ ആ ബാക്ക് ഷോക്ക് അബ്സോർബർ സെറ്റാണ്. എല്ലാം ബ്യൂട്ടിഫുള്ളിയാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. നടുവിന് ഒരു അടി കിട്ടുന്നില്ല, കംഫർട്ടബിളായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ലെഗ് റൂം കണ്ടില്ലേ, ഒരു 5 foot 8 5 foot 9 വരെയും കംഫർട്ടബിളി ഇരുന്ന് ഓടിക്കുക. പക്ഷേ നിങ്ങൾ 6 foot റൈഡറൊക്കെ ആണെങ്കിൽ കുറച്ച് ടാസ്ക് ആവട്ടെ. കാല് ബ്രേക്കൊക്കെ പിടിക്കുക, ഇവിടെ ഒന്ന് തട്ടാം. അതെപ്പോഴും ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടാണ് കേട്ടോ മോട്ടോർ സൈക്കിൾ സ്കൂട്ടറൊക്കെ എടുക്കുക. ഒന്ന് ഓടിച്ച് നോക്കാം നിങ്ങളുടെ എർഗണോമിക്സ് നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ വെച്ചിട്ട് സെറ്റാണോ എന്ന് നോക്കാം. ഇനി അടുത്ത ഞാൻ മാറ്റാൻ പോകുന്നത് ഇതിൻ്റെ സീറ്റാണ്. ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സീറ്റിൽ, കണ്ടില്ല? കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റേസ്ഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി ഇരുന്നാലും ഒരു പോർഷൻ വരെ നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. പിന്നെ ബ്രേക്ക് പിടിക്കാൻ നമ്മൾ ഫ്രണ്ടിലോട്ട് ഊർന്നു. സോ അതെടുത്തൊന്ന് ഓൾട്ടർ ചെയ്ത് കുറച്ചൊരു കംഫർട്ടബിൾ സീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് വെച്ച് ടൂർ ചെയ്യാൻ പറ്റും. അത് കൊള്ളാമല്ലേ? ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് മാറ്റണം. ഫ്രണ്ട് ഫോർക്ക് ഞാൻ നോക്കട്ടെ, നല്ലൊരു സെറ്റപ്പ് ഞാൻ നോക്കിയിട്ട് ഒരു അപ്സൈഡ് ഡൗണിലോട്ട് കൺവേർട്ട് ചെയ്താലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ഡൗൺ ബിലോ. പിന്നെ ഓവർടേക്ക് ചെയ്യാനൊക്കെ കൈ കൊടുത്താൽ ഫുള്ളാണ്, ഫുൾ ത്രോട്ട് നോക്കട്ടെ. ഓഹോ, നല്ല ആക്സിലേഷനാണ്. ഫുൾ ത്രോട്ടിലും കൂടിയല്ല, എല്ലാ സ്കൂട്ടേഴ്സിനും ടോപ്പ് എല്ലാം അടിക്കാനുള്ള പവർ ഉണ്ട് കേട്ടോ എയറോക്സിന്. ഇൻ ദാറ്റ് പ്രൈസ് റേഞ്ച് കേട്ടോ, അത് എടുത്ത് പറയണം. ചിലർ ഹോണ്ടയുടെ XIDVനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ നാട്. VVയെ എൻഗേജ് ചെയ്ത് ഓടിക്കുമ്പോൾ ഫ്യൂൽ എക്കോണമി 30 35 കാണിക്കുന്നത്. 75 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2021 മേടിച്ചാന്ന് തോന്നണം. കണ്ടില്ലേ, 790 ആ സീറ്റ് ആയിട്ട് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം, യാതൊരു സീനും ഇല്ല. 5 foot 8 ആണ് എൻ്റെ ഹൈറ്റ് വരുന്ന, 175 centimeters കേട്ടോ. വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫാവും. ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ടോ, ബ്രില്യൻ സിസ്റ്റമാണ്, സെറ്റപ്പ് സാധനമാണ്. ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സ് കണ്ടു ഇത്രയും വർഷമായിട്ട് എൻ്റെ വൈഫാണ് കൂടുതൽ ഓടിച്ചു നടന്നത്. ഇപ്പോൾ വെയിലത്തൊക്കെ പാർക്ക് ചെയ്ത് എല്ലാ കാട്ടിലൊക്കെ പാർക്ക് ചെയ്ത് മഴയും വെയിലൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ യാതൊരു സീനും ഇല്ല. ഒന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. ആ സ്റ്റാർട്ടർ ജനറേറ്റർ കൊടുത്തില്ല, ആ സ്റ്റാർട്ടർ മോട്ടോർ ജനറേറ്ററാണ്. ആ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ കൊണ്ട് ഭയങ്കര എഫേർട്ട്ലെസ്ലി പോവാം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു. ഇപ്പോൾ കണ്ടത് 4000 RPM പോകണം. ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ആ പുള്ളുണ്ടല്ലേ, ആക്സിലറേഷൻ ആണ് കേട്ടോ ശരിക്കും ചേഞ്ച് ആയ വണ്ടിയുടെ. രസമുണ്ട് ഓടിക്കാൻ. ജസ്റ്റ് ഒരു എയർ ഫിൽറ്ററും ആ എയർ ബോക്സ് കവറാണ് നമ്മൾ ചേഞ്ച് ചെയ്യിക്കുക. എന്ത് ഡിഫറൻസാന്ന് നോക്ക്. സ്മൂത്ത് ആയിട്ടുള്ള ത്രോട്ടിൽ ഓപ്പറേഷനാണ് ഇപ്പോഴും ചേട്ടൻ. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടാനാണെങ്കിൽ നല്ല സ്മൂത്ത് ത്രോട്ടിൽ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സെറ്റപ്പായിട്ട് നമുക്ക് നിർത്തും. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും എയറോക്സിൽ. എയറോക്സ് ഫണ്ണായതുകൊണ്ട് എല്ലാവരും കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ എല്ലാവർക്കും 30-35 കിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഞാൻ എവറി ഡേ കമ്മ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ശാന്തി സമയത്ത്, കാഴ്ചകളൊക്കെ കണ്ടുപോകുന്ന സമയത്ത് മിനിമം വിത്ത് പില്ലി എനിക്ക് 40-45 കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ആ ബംസൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളി അബ്സോർവ് ചെയ്യും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ബാക്ക് ഷോക്ക് നല്ല കിട്ടപ്പോഴേക്കും ഫ്രണ്ട് ഭയങ്കര മോശമായിട്ടുള്ള ഫീലിംഗാണ് കിട്ടുന്നു. ഒട്ടും സെറ്റപ്പ് അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആട്ടോ. അത് നമുക്ക് മാറ്റണം. അതും കൂടി മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി സെറ്റപ്പായി. നമുക്ക് ഇത് വെച്ച് ടൂറിങ് വരെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 4500 RPM ഒരു 45-50 ഓടിച്ചു കഴിഞ്ഞാൽ 45-50 ഇതിൽ തന്നെ കാണിക്കും ഫ്യൂൽ എക്കോണമി. ഏകദേശം ഒരു 43 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുൾ ടാങ്ക് ടു ടാങ്ക് അടിച്ചപ്പോൾ എനിക്ക് 43-45 വരെയൊക്കെ ഫ്യൂൽ എക്കോണമി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മര്യാദ ഓടിച്ചിട്ട് എവറി ഡേ യൂസേജിലൊക്കെ ഓടിച്ചിട്ട് എനിക്ക് നല്ല ഫ്യൂൽ എക്കോണമി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ VV അധികം എൻഗേജ്, VV ഉണ്ട്, സെറ്റപ്പാണ്, മത്താപ്പാണ്. പക്ഷെ അത് അധികം എൻഗേജ് ചെയ്ത് ഓടിച്ചാൽ ഒട്ടും ഫ്യൂൽ എക്കോണമി കിട്ടില്ല കേട്ടോ. സ്മൂത്തായിട്ട് ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് പയ്യെ ആക്സലറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. അപ്പോൾ ആക്കലേക്ക് 50 പോകാനാണോ എയറോക്സ് എടുത്ത്? അല്ല, പക്ഷേ ശാന്തമായിട്ട് ഓടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ എൻജിൻ മൗണ്ട്സൊക്കെ മാറ്റമുണ്ട്. ഓവർ ടൈം 3-4 years ആയില്ലേ. അപ്പോൾ ഇതിൻ്റെ എൻജിൻ മൗണ്ട്സും കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് എൻജിൻ സൈഡ് എനിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം. സോ എൻജിൻ പെർഫെക്റ്റ്ലി സ്മൂത്ത് ഇതൊക്കെയാണ്, വൈബ്രേഷൻ ഫ്രീ ആണ്. പക്ഷേ അതിൻ്റെ മൗണ്ട്സ് ഇല്ലേ, അതിൽ നിന്നായിരിക്കും വൈബ്രേഷൻ വരുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സെറ്റപ്പാണ്. ഈ ലൈറ്റർ റോളേഴ്സ് ഇട്ടാൽ കുറച്ച് വൈബ്രേഷൻ വരും, ഹാർഷ്നസ് ഒക്കെ വരുമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഫോർ എയറോക്സ് അത് ഇപ്പോഴും ഭയങ്കര ബട്ടറി സ്മൂത്തായിട്ടാണ് ഓടുന്നത്. സോ എയറോക്സ് ഇപ്പോഴാണ് ശരിക്കും സെറ്റപ്പായ പ്രോപ്പർ ഒരു മാക്സി സ്പോർട്സ് സ്കൂട്ടർ ഇപ്പോഴായി. നമ്മൾ റിയർ സസ്പെൻഷൻ മാറ്റിയപ്പോഴേക്കും മച്ച് മോർ കംഫർട്ടബിളായി. അതിനോടൊപ്പം തന്നെ നമ്മൾ CVTയുടെ ആ റോളേഴ്സും മാറ്റേണ്ടത്, ആ പ്രൈമറി ഷീവും സ്ലൈഡിങ് ഷീവും മാറ്റേണ്ടത്, അതൊക്കെ മാറ്റിയപ്പോൾ ആക്സലേഷൻ ഭയങ്കരമായിട്ട് മാറി. അത് പിടിച്ചെടുത്താൻ വേണ്ടി ബിഗ്ഗർ ഡിസ്ക്രോട്ടറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ എയർ ഇൻ ടു ദ എഞ്ചിൻ കിട്ടാൻ വേണ്ടി നമ്മൾ BMCയുടെ ഒരു ഹൈ പെർഫോമൻസ് സ്റ്റോക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള എയർ ഫിൽറ്ററാണ് വെച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് ഈസിയും കൂടി ട്യൂൺ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ മോർ ദൻ എനഫ് സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. ഇനി ഇതിന് സിൻഡേർഡ് പാഡ്സും കൂടി അവൈലബിൾ ആണ്. സിൻഡേർഡ് പാഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നോർമൽ സ്കൂട്ടേഴ്സൊക്കെ ഒരു ഓർഗാനിക് പാഡ്സാണ്. അത് മാറ്റി സെറാമിക് പാഡ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ബെറ്റർ ബ്രേക്കിംഗ് ആവും. സെറാമിക്കിനെക്കാട്ടി കുറച്ചും കൂടി ഹയർ ഫ്രിക്ഷൻ ഉള്ള സാധനമാണ് സിൻഡേർഡ് പാഡ്സ് കേട്ടോ. അത് ഡബിൾ എച്ച് റേറ്റഡ് പാഡ്സ് ഒക്കെ ഹോട്ട് ആണെങ്കിൽ കോൾഡ് ആണെങ്കിൽ സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ഓഫർ ചെയ്യും. സ്റ്റോപ്പിംഗ് പവർ ബൈറ്റ് അക്രമമായിരിക്കും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ആ ഫ്രണ്ട് ഫോക്ക് ബോട്ടം ആട്ടോ ഫുള്ളായിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഷോക്കോ എന്തെങ്കിലും ബമ്പാ എന്തെങ്കിലും റോട്ടിലത്തെ ഇംപെർഫെക്ഷൻ ഇടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ടയർ ലിഫ്റ്റ് ഓഫ് ആയിപ്പോൾ അങ്ങനെയാണ് കൺട്രോൾ പോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ ബെയറിങ്സ് ഒക്കെ മാറ്റാൻ സമയം കൂടി ആയിട്ട് നിങ്ങൾ സ്കൂട്ടേഴ്സിന് ഈ സ്റ്റെബിലിറ്റി ഇഷ്യൂ ഹാൻഡ്ലിങ് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ടയേഴ്സ് പ്രോപ്പർ ടയർ പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല ടയേഴ്സ് അണ്ണീവൻ തേയ്മാനോ അണ്ണീവൻ വേറെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബെയറിങ്സ് വീൽ ബെയറിങ്സും ഇതിൻ്റെ സ്റ്റിയറിംഗ് ബെയറിങ്സ് ആ കോൺസെപ്റ്റ് ഒക്കെ പ്രോപ്പർലി ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വീൽ ബെയറിങ്സിന് കുറച്ചൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വോബ്ലിംഗ് ഹയർ സ്പീഡിൽ നമുക്ക് കൈ വിടുമ്പോഴേക്ക് ആ വോബ്ലിംഗ് വരുന്ന കണ്ടില്ലേ, അത് ഡ്യൂ ടു വീൽ ബെയറിങ്സിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. അത് നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്താൽ പ്രോപ്പറായി വീൽസൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കി എടുക്കാം. അത് വേറെ വീഡിയോ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ കയറി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് എന്തൊക്കെ മാറ്റിയിരിക്കുന്നത് എന്തൊക്കെ സാധനം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് ഒന്ന് കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. സോ നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാൽ ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. സ്കൂട്ടേഴ്സ് ആണ് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്രം ഇന്തോനേഷ്യ, തായ്ലൻഡ് ആണെങ്കിൽ മലേഷ്യയിലൊക്കെ കുറേ ഒരു നല്ലൊരു സ്കൂട്ടർ കൾച്ചർ ഉണ്ട്. അങ്ങനത്തെ ഒരു കൾച്ചർ ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്യണം നമ്മൾ പ്ലാൻ. അതുകൊണ്ട് നമ്മൾ സ്കൂട്ടർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. സോ ഇതിൻ്റെയൊക്കെ പാർട്സ് നിങ്ങൾക്ക് എവിടെ മേടിക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇത് എൻടോർക്കിനാണെങ്കിൽ ഡിയോക്ക് ആണെങ്കിൽ കുറേ സ്കൂട്ടേഴ്സിന് ഇത്തരം റോളേഴ്സ് അവൈലബിൾ. അതിൻ്റെ CVT ആണ് അതിൻ്റെ പ്രൈമറി ഷീവ്, അതിൻ്റെ സ്ലൈഡിങ് ഷീവ്, അതിൻ്റെ പുള്ളി കിറ്റ്സൊക്കെ കുറേയൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേണ്ടി താഴെ കൊടുത്തേക്കാം, കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണം. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂട്ടറിൻ്റെ ആക്സലറേഷൻ ആണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തതിൻ്റെ TVS എൻടോക്കിന് അവിടെ റാലി സ്കൂട്ടറിൽ ചെയ്ത മോഡിഫിക്കേഷൻസ് ഒക്കെ കുറിച്ച് വീഡിയോ ചെയ്ത് ഫാസ്റ്റായിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന വണ്ടിയായിട്ട് നമ്മുടെ എയറോക്സും കാട്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് അവിടെ റാലി സ്കൂട്ടറുണ്ട്, റേസിന് ഉപയോഗിക്കുന്ന സ്കൂട്ടറുണ്ട്, പറന്നാണ് പോകുന്നത്. അതിൽ വരുത്തിക്കുന്ന ചേഞ്ചസ് ഒക്കെ കണ്ട ശരിക്കും നെട്ടിപ്പോൾ. എത്ര ബിഗ് ബോർ കിറ്റ് അങ്ങനത്തെ കുറേ അപ്ഗ്രേഡ്സ് നമ്മുടെ സ്കൂട്ടേഴ്സിന് അവൈലബിൾ അറ്റ് അഫോർഡബിൾ പ്രൈസ്. നമ്മുടെ സാധാരണ മോട്ടോർ സൈക്കിൾ എടുത്ത് പെർഫോമൻസ് കിറ്റ് ആഡ് ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ഫോർ ദ സ്കൂട്ടേഴ്സ് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിൽ വളരെ അഫോർഡബിൾ പ്രൈസിൽ ഇതിൻ്റെ അപ്ഗ്രേഡ്സ് ഒക്കെ കുറേ കിട്ടാനുണ്ട്, എക്സോസ്റ്റ് ഒക്കെ കിട്ടാനുണ്ട്. പക്ഷേ അത് റോഡ് ലീഗലാകില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂട്ടേഴ്സൊക്കെ റോഡ് ലീഗിലേക്ക് കുറച്ചുകൂടി ഫണ്ണായിരിക്കും, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്ലാൻ. ഇതൊരു എവറി ഡേ ഡെയിലി റൈഡറായിട്ട് കംഫർട്ടബിൾ ഇനഫ് ഓഫ് പവർ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാക്കി എടുത്തോ. സെറ്റപ്പ് എങ്ങനെയുണ്ട്? സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.